ഇന്ന് നമ്മൾ പഠിക്കുന്നത് റിപ്പോർട്ടഡ് സ്പീച്ചാണ്. കഴിഞ്ഞ ഒരു ക്ലാസ്സിൽ ഞാൻ റിപ്പോർട്ടഡ് സ്പീച്ച്, അതിൻ്റെ റൂള്, ടെൻസുകൾ എങ്ങനെയാണ് ചേഞ്ച് ആവുന്നത് എന്നൊക്കെ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു. ബട്ട് ഇപ്പോഴും കുറേ ആൾക്കാർക്ക് സംശയമുണ്ട്. അപ്പം ഇന്ന് ഞാൻ സെൻറ്റൻസുകൾ കവർ ചെയ്യുന്നില്ല. അതായത് ഇന്ന് ഞാൻ ചെയ്യുന്നത്, നമ്മൾ കൊടുക്കുന്ന ചില കമാൻഡ് അതെങ്ങനെയാണ് റിപ്പോർട്ടഡ് സ്പീച്ചിലോട്ട് മാറ്റുന്നത് എന്നാണ് ഞാൻ നോക്കുന്നത്. അപ്പോൾ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലെടുത്ത ഒരു റിപ്പോർട്ടഡ് സ്പീച്ചിന്റെ ലിങ്ക് ഇപ്പം നിങ്ങൾക്ക് ഇവിടെ തരും, ചെക്ക് ഇറ്റ്. അപ്പോൾ ഞാൻ സെന്റൻസുകളിലോട്ട് നമുക്ക് പോകുമ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിലാവും. നമുക്ക് നോക്കാം. റിപ്പോർട്ട് സ്പീച്ചിന് കുറേ റൂളുണ്ട്, അതല്ലേ? നമ്മുടെ ടെൻസുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുമ്പോഴാണ് റിപ്പോർട്ട് സ്പീച്ച് ആവുന്നത്. അതേപോലെ ഒബ്ജക്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറണം, പ്രൊനൗൺ ഒക്കെ ആയി മാറണം. ഇതൊക്കെയാണ് റിപ്പോർട്ട് സ്പീച്ചിന്റെ നിയമങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ ഇന്ന് ഞാൻ പറയാണ്, എന്നോട് റിപ്പോർട്ട് സ്പീച്ചിൽ എന്തുണ്ട്? ഡയറക്റ്റ് സ്പീച്ചും ഇൻഡയറക്റ്റ് സ്പീച്ചും ഉണ്ട്, അല്ലെ? ഡയറക്റ്റ് സ്പീച്ച് എന്ന് പറയുന്നത് എന്താ? ഒരാള് എന്നോട് പറയുന്നത്. ഇൻഡയറക്റ്റ് സ്പീച്ച് എന്ന് പറയുന്നത് എന്താണ്? എന്നോട് ഇപ്പോ ഫോർ എക്സാമ്പിൾ, അനു എന്നോട് പറഞ്ഞു അങ്ങോട്ട് പോകാൻ. അനു എന്നോട് നേരിട്ട് പറയാണ് അങ്ങോട്ട് പോകാൻ. അതെങ്ങനെയാണ്? അനു സെഡ് ഗോ ദേർ, അങ്ങോട്ട് പോകാൻ പറഞ്ഞു. പക്ഷെ ഇത് ഞാൻ വേറെ ഒരാളോട്, അലീനയോട് ഞാൻ പോയി പറയാണ്, അനു എന്നോട് പറഞ്ഞു അങ്ങോട്ട് പോകാൻ പറഞ്ഞു. അങ്ങോട്ട് പോകാൻ എന്നോട് അനു പറഞ്ഞു. അങ്ങനെയാണ് പറയുന്നത്. ഇപ്പൊ അനു പറയാണ്, ഇനി ഡയറക്റ്റ് സ്പീച്ചിൽ അനു എന്നോട് നേരിട്ട് പറഞ്ഞത് അങ്ങോട്ട് പോകരുതെന്നാണ്. അപ്പൊ ഞാൻ മറ്റൊരാളോട് ഞാൻ ചെന്ന് പറയാണ് അങ്ങോട്ട് പോകരുതെന്ന് അനു എന്നോട് പറഞ്ഞു. ഇതാണ് നമ്മൾ റിപ്പോർട്ട് സ്പീച്ച് എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? അനു എന്നോട് പറഞ്ഞ കാര്യം ഞാൻ പോയി വേറൊരാളോട് പറയുന്നതാണ്. റിപ്പോർട്ട് ചെയ്യല്ലേ, ഞാൻ വേറൊരാളോട് റിപ്പോർട്ട് ചെയ്യുക. ആ രീതിയിൽ നമുക്ക് ഒത്തിരി സെന്റൻസുകൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും എന്ന് മാത്രമല്ല, നമ്മൾ ഡെയിലി ലൈഫിൽ ഒരുപാട് അങ്ങനെ സംസാരിക്കുന്നുമുണ്ട്. അപ്പൊ ഇപ്പൊ നമ്മൾ പറഞ്ഞ സെന്റൻസ് തന്നെ എടുക്കാം. അനു സെഡ്, അങ്ങോട്ട് പോകുന്ന എങ്ങനെയാ പറയാ? ഗോ ദേർ. എന്തെന്നാണ്? അനു സെഡ് ഗോ ദേർ. ഇനി ഞാനതൊന്ന് നെഗറ്റീവ് ആക്കി പറയാണ്. എങ്ങനെയാ? അനു പറഞ്ഞു അങ്ങോട്ട് പോകരുതെന്ന്. അനു സെഡ് ഡോണ്ട് ഗോ ദേർ. ഈ രണ്ട് സെന്റൻസ് നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ. അനു സെഡ് ഗോ ദേർ, അനു സെഡ് ഡോണ്ട് ഗോ ദേർ. അപ്പൊ ഇവിടെ നമ്മൾ റൂൾ ഇനി പഠിക്കാൻ പോവാണ്. ഈ രണ്ട് സെന്റൻസുകൾ മാത്രം നോക്കാം. അപ്പൊ ഫസ്റ്റ് നമ്മൾ പറഞ്ഞത് പോസിറ്റീവ് സെന്റൻസ് ആണ്, അഗൈൻ നെഗറ്റീവ് സെന്റൻസ്. സോ ഫസ്റ്റ് നമുക്ക് പോസിറ്റീവ് സെന്റൻസ് നോക്കാം. അനു സെഡ് ഗോ ദേർ. ഇത് ഞാൻ പോയി വേറൊരാളോട് പറയുകയാണ്. എങ്ങനെ പറയണം? അനു എന്നോട് പറഞ്ഞു എന്ന് പറയണം. അനു എന്നോടല്ലേ പറഞ്ഞത്, അപ്പൊ ഞാൻ എങ്ങനെയാ പറയുന്നത്? അനു ടോൾഡ് മീ. അനു എന്നോട് പറഞ്ഞു. ഗോ ദേർ എന്നാണ് അനു പറഞ്ഞത്. അപ്പൊ ഇനി ഞാൻ എന്താക്കി അതിനെ മാറ്റണം? ടു ഗോ ദേർ. അനു ടോൾഡ് മീ ടു ഗോ ദേർ. വ്യത്യാസം ക്ലിയർ ആയല്ലോ? അനു സെഡ് ഗോ ദേർ എന്നായിരുന്നു, അതിനെ നമ്മൾ മാറ്റിയപ്പോൾ അനു ടോൾഡ് മീ ടു ഗോ ദേർ. നെക്സ്റ്റ് സെന്റൻസ് നമ്മൾ എടുക്കുകയാണ്. അനു സെഡ് ഡോണ്ട് ഗോ ദേർ എന്നായിരുന്നു. നെഗറ്റീവ് സെന്റൻസ് ആണ്. നമ്മൾ ഇനി നെഗറ്റീവ് സെന്റൻസിനെ നെഗറ്റീവ് സെന്റൻസിനെ നമുക്ക് നെഗറ്റീവായി തന്നെയാണ് മറ്റേ ആൾക്കും കൊടുക്കേണ്ടത്, അല്ലെ? പോകരുതെന്നാണ് അനു പറഞ്ഞിരിക്കുന്നത് എന്നോട്. അങ്ങനെയാണ് ഞാൻ പറയേണ്ടത്. അപ്പൊ എങ്ങനെയാ പറയേണ്ടത്? അനു ടോൾഡ് മീ നോട്ട് ടു ഗോ ദേർ. എങ്ങനെയായി? അനു ടോൾഡ് മീ നോട്ട് ടു ഗോ ദേർ. എല്ലാം നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ. ഇതിൽ നിന്ന് എന്താ മനസ്സിലായത്? ഒരു പോസിറ്റീവ് സെന്റൻസ് നമ്മൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ആ വേർബ് ടു ചേർത്ത് പറയണം. ഇനി നെഗറ്റീവ് സെന്റൻസ് ആണ് നമ്മൾ റിപ്പോർട്ട് ചെയ്യേണ്ടതെങ്കിൽ അതിൻ്റെ കൂടെ നോട്ട് ടു വേർബ് ഫസ്റ്റ് ഫോമും കൂടെ ചേർത്ത് പറയണം. ഇനി ആരോട് പറഞ്ഞു എന്ന് നമ്മൾ ഫസ്റ്റ് സെക്ഷനിൽ പറയണം. അത് ഞാൻ അവസാനം പറഞ്ഞാലും കുഴപ്പമില്ല. ഇങ്ങനെ പറയണം. അനു സെഡിനെ നമുക്ക് അവസാനം പറഞ്ഞാലും പ്രശ്നമില്ല. അപ്പോൾ പക്ഷെ ആദ്യം പറയുമ്പോഴാണ് ആ ഒരു സ്ട്രക്ചർ ഇങ്ങനെ വരിക. അപ്പൊ ക്ലിയർ ആയല്ലോ? യെസ്. ഇനി ഞാൻ സെന്റൻസ് പറയാം, നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഹി സെഡ്
ക്ലോസ് ദ വിൻഡോ. അല്ലെങ്കിൽ ഞാൻ പറയാണ് ക്ലോസ് ദ വിൻഡോ ഹി സെഡ്. അപ്പൊ ഇനി അതെങ്ങനെയാണ്? ക്ലോസ് ദ വിൻഡോ എന്ന് പറഞ്ഞാൽ ജനൽ അടയ്ക്കാൻ അവൻ എന്നോട് പറഞ്ഞു. ഞാൻ ജനൽ അടച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്നോട് നീ എന്താ ജനൽ അടയ്ക്കുന്നേ? അവൻ എന്നോട് ജനൽ അടയ്ക്കാൻ പറഞ്ഞു. അപ്പൊ അതെങ്ങനെ പറയുക? ഹി ടോൾഡ് മീ ക്ലോസ് ദ ഡോർ എന്നാണ്. അവിടെ നമുക്കൊന്നുമില്ല, നെഗറ്റീവ് അല്ല, പോസിറ്റീവ് സെന്റൻസ് ആണ്. അപ്പൊ നമ്മൾ എങ്ങനെയാ പറയേണ്ടത്? ടു ക്ലോസ് ദ ഡോർ. അത്രയേ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ എന്താ? ഹി ടോൾഡ് മീ ടു ക്ലോസ് ദ ഡോർ. അവൻ എന്നോട് ജനലടയ്ക്കാൻ പറഞ്ഞു. ഇനി അവൻ നമ്മളോട് പറഞ്ഞത് ഡോണ്ട് ക്ലോസ് ദ ഡോർ എന്നാണ്. ഹി സെഡ് ഡോണ്ട് ക്ലോസ് ദ ഡോർ. ഡോറ് അടയ്ക്കരുതെന്നാണ് പറഞ്ഞത്. ഹി സെഡ് ഡോണ്ട് ക്ലോസ് ദ ഡോർ. അപ്പൊ അതെന്നാണ്? എന്നോട് എങ്ങനെയാ അവൻ പറഞ്ഞത്? അവൻ എന്നോട് പറഞ്ഞു ജനൽ അടയ്ക്കരുത് എന്ന് എനിക്ക് പറയണം. എങ്ങനെ പറയും? ഹി ടോൾഡ് മീ, ഡോണ്ട് ആണ് ഞാൻ ഉപയോഗിച്ചത്. നമ്മുടെ നെഗറ്റീവ് സെന്റൻസ് ആണ്. അപ്പൊ നമുക്ക് എങ്ങനെ വേണം? നോട്ട് ടു ക്ലോസ് ദ ഡോർ. നോട്ട് ടു ക്ലോസ് ദ ഡോർ. നമ്മളവിടെ നോട്ട് ചേർത്തു. ദ ടീച്ചർ സെഡ് ഡോണ്ട് ബി ലേറ്റ്. ലേറ്റ് ആകരുത്. ടീച്ചർ പറഞ്ഞു ഡോണ്ട് ബി ലേറ്റ്. ടീച്ചർ പറഞ്ഞു. അപ്പൊ ഇനി നമ്മളത് റിപ്പോർട്ട് ചെയ്യണം. അപ്പൊ എങ്ങനെ പറയുക? ട്രൈ ചെയ്യൂ. ദ ടീച്ചർ ടോൾഡ് അസ്. കുട്ടികളൊക്കെ കുറെ പേരുണ്ടെങ്കിൽ അവര്, അത് നിങ്ങൾ സബ്ജക്റ്റ് നോക്കുക. ഇപ്പൊ കുട്ടികളോടായിരിക്കാം ടീച്ചർ പറഞ്ഞത്. ടീച്ചർ അല്ലേ പറഞ്ഞത്? അപ്പൊ ടീച്ചർ, ദ ടീച്ചർ ടോൾഡ് അസ് ഡോണ്ട് ബി ലേറ്റ് എന്നാണ് പറഞ്ഞത്. നമുക്ക് ഇനി ഇവിടെ എന്ത് പറയണം? നോട്ട് ടു ബി ലേറ്റ്. ദ ടീച്ചർ ടോൾഡ് അസ് നോട്ട് ടു ബി ലേറ്റ്. ക്ലിയർ ആയല്ലോ? ടീച്ചർ എന്തെന്നാ പറഞ്ഞത്? ഡോണ്ട് ബി ലേറ്റ്. ലേറ്റ് ആകരുതെന്നാണ് പറഞ്ഞത്. അപ്പൊ അത് കേട്ട ഞങ്ങൾ എന്താ പറയേണ്ടത്? ഞങ്ങൾ കുട്ടികളോടായിരിക്കുമല്ലോ പറഞ്ഞത്. അപ്പോൾ അങ്ങനെ നമുക്ക് പറയണം ദ ടീച്ചർ ടോൾഡ് അസ് നോട്ട് ടു ബി ലേറ്റ്. ഇനി അതേപോലെയാണെങ്കിൽ ദ ടീച്ചർ സെഡ് ഓപ്പൺ ദ ബുക്ക്. ടീച്ചർ പറഞ്ഞു ബുക്ക് തുറക്കെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എൻ്റെ അടുത്തിരുന്ന കുട്ടി അത് കേട്ടില്ല കേട്ടോ. അപ്പൊ ഞാൻ പറയാണ് ടീച്ചർ നമ്മളോട് പറഞ്ഞതേ ബുക്ക് തുറക്കാനാ. അതാണെങ്കിനെ പറയുക ദ ടീച്ചർ ടോൾഡ് അസ് ടു ഓപ്പൺ ദ ബുക്ക്. ടീച്ചർ നമ്മളോട് പറഞ്ഞതേ ബുക്ക് തുറക്കാനാ. എങ്ങനെയാ അത് പറയുക? ദ ടീച്ചർ ടോൾഡ് അസ് ടു ഓപ്പൺ ദ ബുക്ക്. ടു ഓപ്പൺ ദ ബുക്ക്. അപ്പൊ അവിടെ നമ്മൾ ഡോണ്ട് ഓപ്പൺ ആണ് ഉപയോഗിച്ചിരുന്നെങ്കിലോ നമ്മൾ മറ്റേ കുട്ടിയോട് പറയുമ്പോൾ എന്തെന്നാകുമായിരുന്നു? നോട്ട് ടു ആയി മാറും. ഡോണ്ട് ഫോർഗെറ്റ് ടു കോൾ മീ ഷീ സെഡ്. ഡോണ്ട് ഫോർഗെറ്റ് ടു കോൾ മീ ഷീ സെഡ്. പെട്ടെന്ന് ഷീ ടോൾഡ് മീ നോട്ട് ടു ഫോർഗെറ്റ്. നോട്ട് ടു ഫോർഗെറ്റ് ടു കോൾ ഹർ. അവളെയാന്ന് നമുക്ക് സങ്കല്പിക്കാം. ഹർ. ഡോണ്ട് ഫോർഗെറ്റ് എന്നാണ് പറഞ്ഞത്. നമ്മളപ്പോ എന്തായി മാറി? നോട്ട് ടു ഫോർഗെറ്റ് എന്നായി മാറി. എന്തൊരു എളുപ്പമല്ലേ? നമ്മളത് എപ്പോഴും പറയുന്നതല്ലേ? അവളെ വിളിക്കാൻ മറന്നു പോകരുതെന്ന് അവൾ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അവളെ പ്രത്യേകം വിളിക്കണമെന്ന് അവൾ പറഞ്ഞിട്ടുണ്ട്. അതാണ് നമ്മളിപ്പോ പറഞ്ഞത്. ഡു യുവർ ഹോംവർക്ക് ദ മോം സെഡ്. ഡു യുവർ ഹോംവർക്ക് ദ മോം സെഡ്. നിങ്ങൾ വേഗം പറഞ്ഞോളൂ. ദ മോം ടോൾഡ് മീ. അമ്മ എന്നോട് പറഞ്ഞു. എന്തെന്ന് പറഞ്ഞു? ടു ഡു യുവർ ഹോംവർക്ക്. അമ്മ എന്തെന്നാ പറഞ്ഞത്? ടു ഡു യുവർ ഹോംവർക്ക്. ഹോംവർക്ക് ചെയ്യണമെന്ന്. ഡു ആണ് നമ്മൾ അവിടെ ചേർത്തത്. അപ്പൊ നമുക്ക് ഇവിടെ ടു ചേർത്താൽ മതി. ഇനി ഡോണ്ട് എന്നായിരുന്നെങ്കിൽ നോട്ട് ടു ചേർത്താൽ മതി. ഇതാണ് വ്യത്യാസം. ഇത് നമ്മൾ എപ്പോഴും പറയുന്ന സെന്റൻസുകളാണ്. നമുക്ക് എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പറയേണ്ടമായ കാര്യങ്ങളുമാണിത്. ഹി സെഡ് ഡോണ്ട് ടച്ച് ദാറ്റ്. അവൻ പറഞ്ഞു അതില് തൊടരുതെന്ന്. അപ്പൊ നമ്മളിങ്ങനെ തൊടാതെ നിൽക്കുമ്പോൾ ചോദിക്കുക, അവൻ പറഞ്ഞിട്ടുണ്ട് തൊടരുതെന്ന്. ഹി ടോൾഡ് മീ നോട്ട് ടു ടച്ച് ദാറ്റ്. അവൻ അവിടെ തൊടരുതെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഹി ടോൾഡ് മീ നോട്ട് ടു ടച്ച് ദാറ്റ്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായല്ലോ? അതായത്
ഡയറക്റ്റ് സ്പീച്ച്, അതായത് എന്നോട് ഒരാൾ നേരിട്ട് പറഞ്ഞ കാര്യം നെഗറ്റീവ് സെന്റൻസ് ആണ് എങ്കിൽ ഞാനത് വേറൊരാളോട് പറയുമ്പോൾ അത് നമ്മൾ എന്താക്കി മാറ്റണം? നോട്ട് ടു വേർബ് ഫസ്റ്റ് ഫോം ആക്കി മാറ്റണം. ഇനി എന്നോട് പറഞ്ഞ കാര്യം പോസിറ്റീവ് സെന്റൻസ് ആണെങ്കിൽ നമ്മളത് എന്താക്കി മാറ്റണം? ഞാൻ വേറൊരാളോട് പറയുമ്പോൾ അത് എന്തായി മാറ്റണം? ടു വേർബിന്റെ ഫസ്റ്റ് ഫോം ആക്കി മാറ്റണം. ക്ലിയർ ആയല്ലോ? ഇത് നമ്മൾ മറ്റൊരാളോട് പറയുന്ന കാര്യമാണ്. എന്നോട് പറഞ്ഞു ജനലടയ്ക്കാൻ, അവളോട് പറഞ്ഞു ഹോംവർക്ക് എഴുതണമെന്ന്, അമ്മ എന്നോട് പറഞ്ഞു കറി വെക്കണമെന്ന്. അമ്മ എന്നോട് പറഞ്ഞതാണ് കറി വെക്കണമെന്ന്. എങ്ങനെ പറയാ? മൈ mom told me to cook curry. അല്ലേ? അപ്പോൾ നമ്മൾ അങ്ങനെ ഓർത്താൽ മതി. നമ്മൾ പറയേണ്ട കാര്യം പോസിറ്റീവ് ആണെങ്കിൽ ടു ചേർക്കുക, നെഗറ്റീവ് ആയിട്ടാണ് നമുക്ക് വേറൊരാളോട് പറയേണ്ടതെങ്കിൽ നോട്ട് ടു ചേർക്കുക. അപ്പൊ ഇന്ന് നമ്മൾ റിപ്പോർട്ട് സ്പീച്ചിന്റെ ആ കമന്റ്സ് മാത്രമേ നോക്കിയിട്ടുള്ളൂ എന്നുള്ളതും ഓർക്കുക. ഇത് ക്വസ്റ്റ്യൻ ആക്കാം, അതേപോലെ തന്നെ സെന്റൻസുകളാക്കാം, പലതും ആക്കാം. ഇപ്പൊ ഇത് നിങ്ങൾ പഠിച്ചു വെക്കുക. ഇത് ഞാൻ റിപ്പോർട്ടഡ് സ്പീച്ച് 1 എന്ന് പറഞ്ഞ് നമ്മുടെ ഗ്രാമർ ക്ലാസ്സുകളിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ വളരെ ശ്രദ്ധയോടെ പഠിക്കുക എന്ന് മാത്രമല്ല, ഇത് നമ്മൾ എന്തെന്ന് പറഞ്ഞ പോലെ ഉപയോഗിക്കുന്ന സെന്റൻസുകളാണ്, എപ്പോഴും എന്ന് പറഞ്ഞ പോലെ. അപ്പോൾ ഇങ്ങനത്തെ കുറേ സെന്റൻസുകൾ നിങ്ങൾ പറഞ്ഞും കൂടെ പഠിക്കാൻ വേണ്ടി ശ്രമിക്കാം. അപ്പോൾ ഫെബ്രുവരി 15-ാം തീയതി മുതൽ ഞാൻ 5-ന് തുടങ്ങേണ്ടിയിരുന്ന ക്ലാസ് നീട്ടി വെച്ചിട്ടുണ്ട്. സ്ത്രീകൾക്ക് വേണ്ടി, വീട്ടമ്മമാർക്ക് വേണ്ടിയിട്ടുള്ള ക്ലാസ് ഫെബ്രുവരി 15-നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. നിങ്ങൾക്ക് താല്പര്യമുള്ളവർ ഇനിയും ഉണ്ടായെങ്കിൽ എൻ്റെ നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ നമ്മുടെ മൈ ഇംഗ്ലീഷ് എന്ന ഗ്രൂപ്പ് ഒന്നിച്ച് ചേർന്നിട്ട് ജയമ ട്യൂഷൻ പോയിന്റ് എന്ന് പറയുന്ന പുതിയൊരു ട്യൂഷൻ പോയിന്റ് സ്റ്റാർട്ട് ചെയ്യാണ് അടുത്ത ജൂൺ മന്തോട് കൂടിയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് PG BEd ഒക്കെയുള്ള ടീച്ചേഴ്സ് ആണ് എങ്കിൽ പഠിപ്പിക്കാൻ പറ്റും എന്നൊക്കെ മനസ്സിൽ കരുതലുള്ളവരാണെങ്കിൽ ഈ നമ്പറിൽ എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം.